തൃശൂർ മാളയിൽ ഡി സോൺ കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ചേർപ്പ് സിഐക്ക് സസ്പെൻഷൻ. സംഘർഷം നിയന്ത്രിക്കുന്നതിന് വീഴ്ച പറ്റിയതിനും KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ടതിനുമാണ് സിഐ പ്രദീപിനെ സസ്പെൻഡ് ചെയ്തത്. MS ലിഷോയ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ലിഷോയ്, അതായത് ഈ രണ്ട് കാരണങ്ങൾ എന്താണെന്നുള്ള ഇപ്പോൾ വ്യക്തമാകുന്നു. എങ്ങനെ വീഴ്ച പറ്റി എന്നുള്ളതാണ്, അതായത് സംഘർഷം നിയന്ത്രിക്കുന്നതിലെ വീഴ്ച എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്, ഒപ്പം തന്നെ ആംബുലൻസിൽ കയറ്റിവിടാനായിട്ടുള്ള ഇയാളുടെ ഇടപെടൽ എന്താണ്? അതായത് ഡി സോൺ കലോത്സവത്തിൽ SFI KSU സംഘർഷമുണ്ടായ സമയത്ത് പോലീസിന്റെ ഇടപെടൽ ഫലപ്രദമായിരുന്നില്ല എന്നും അതിൽ വീഴ്ച പറ്റിയെന്നുള്ളതും SFIയും DYFIയും ഉൾപ്പെടെ തന്നെ പരസ്യമായി തന്നെ നിലപാട് അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തു. പോലീസിന്റെ ഇടപെടൽ ശരിയായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DYFI പ്രവർത്തകർ SFI പ്രവർത്തകർ ഇത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. അതിനിടയിലാണ് ഇപ്പോൾ ചേർപ്പ് CIക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ചേർപ്പ് CI ഈ സംഘർഷത്തിന് ശേഷം അവിടെ നിന്ന് KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റി വിട്ടു എന്ന ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് ചേർപ്പ് CIക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ചേർപ്പ് CI പ്രദീപിനെതിരെ അന്വേഷണവും നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് CIക്കെതിരെ നടപടിയെടുത്തത്. അതേസമയം തന്നെ മാള CIയും വലിയ തോതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് SFI ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സംഘർഷത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടില്ല. സംഘർഷത്തിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. SFI പ്രവർത്തകരെ ഉൾപ്പെടെ ഇതിൽ തല്ലിച്ചതച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SFI രംഗത്ത് വന്നിരിക്കുന്നത്. മാള CIക്കെതിരെയും നടപടി വേണമെന്നുള്ള മറ്റെന്തെങ്കിലും ബന്ധം ഇവർക്കുള്ളതായിട്ടോ ആ തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ കണ്ടെത്തലോ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ KSU പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിവിട്ട സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഒരു വിഭാഗം പോലീസുകാർ പറയുന്നത്. മറ്റൊന്നുമല്ല, ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും എളുപ്പമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ മാറ്റിയതാണ് ഇതെന്നാണ് ഒരു വിഭാഗം പോലീസുകാർ പറയുന്നത്. അതായത് ഈ സ്ഥലത്തിന് ചുമതലയുണ്ടായിരുന്നത് മാള CIക്കാണ്, ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയുണ്ടായിരുന്നത്. അതിനിടയിൽ ഈ സംഘർഷം വിവരങ്ങൾ നൽകിയത്.